എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യ എന്ന ഫെഡറേഷൻ പല സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അല്ലെങ്കിൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എല്ലാം ചേർന്ന് വസിക്കുന്ന ഒരു മനോഹരമായ ഇടം. അതിൻ്റെ ചാരുത നിലനിർത്തണമെങ്കിൽ ഘടക സംസ്ഥാനങ്ങൾക്ക് അതിൻ്റേതായ ഒരു അസ്തിത്വം നിലനിർത്താൻ കഴിയണം. ഭാഷാപരമായ അസ്തിത്വവും മറ്റ് സാംസ്കാരിക വൈവിധ്യവും നിലനിർത്താൻ കഴിയണം. പക്ഷേ വടക്കേ ഇന്ത്യയിലെ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ശക്തി കുമിഞ്ഞു കൂടുകയാണെങ്കിലോ? ശക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കൽ പവറാണ്. അതിൻ്റെ എക്സ്പ്രഷൻ പാർലമെന്റാണ്. പ്രത്യേകിച്ച് പാർലമെന്റിന്റെ അധോമണ്ഡലമായ ലോക്സഭയാണ്. പറഞ്ഞു വരുന്നത് ഡീലിമിറ്റേഷൻ പ്രപ്പോസലിനെ കുറിച്ചാണ്. ലോക്സഭ അംഗസംഖ്യ ഇന്ന് 543 ഏകാംഗ നിയോജക മണ്ഡലങ്ങൾ. അതിൽ സൗത്ത് ഇന്ത്യയുടെ പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരളം ചേരുന്ന സംസ്ഥാനങ്ങളുടെ ഷെയർ എന്ന് പറയുന്നത് 24%. അത് മൊത്തം 504. അത് മൊത്തം തമിഴ്നാട്ടിൽ 39 ലോക്സഭാ മണ്ഡലങ്ങളും കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളും. ഈ എണ്ണം ഒരുപക്ഷെ കുറഞ്ഞേക്കാം. ഡീലിമിറ്റേഷനാണ് വരാൻ പോകുന്നത്. അതായത് നിയോജക മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണം. ജനസംഖ്യ അനുസരിച്ചാണ് ലോക്സഭാ മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കപ്പെടേണ്ടത്. ഇപ്പം 1971 സെൻസസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കാര്യങ്ങൾ. കഴിഞ്ഞ 50-55 വർഷമായി യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണ് പാർലമെന്റിന്റെ ആ ഒരു അംഗസംഖ്യ. അതിൽ മാറ്റം വന്നാൽ വടക്കേ ഇന്ത്യയിൽ ജനസംഖ്യ വളരെയധികം കൂടിയിരിക്കുന്നു. എന്നാൽ കർശനമായ ജനസംഖ്യാ നിയന്ത്രണമുള്ള കുറച്ചൊക്കെ ഫോർവേഡ് സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ജനസംഖ്യാ വർധന നാമമാത്രമാണ്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ പുനഃക്രമീകരിക്കപ്പെടുന്ന പാർലമെന്റ് 2026 വരെയാണ് സമയം കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ പുനഃസംഘടന ഉണ്ടാകും. ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിൽ ടേക്ക് ഓവർ. ഒരുപക്ഷെ 543 നിന്നും ഒരു 780 അല്ലെങ്കിൽ 888 വരെ വേണമെങ്കിലും കൂടാം. അതനുസരിച്ച് ആണ്. കാരണം ഒരു ഡീലിമിറ്റേഷൻ തുടങ്ങിയ സമയത്ത് 71 കണക്കനുസരിച്ച് ഒരു 10 ലക്ഷം പേരാണ് ഒരു മണ്ഡലം ശരാശരി എന്ന് പറഞ്ഞാൽ. അതിപ്പോൾ തമിഴ്നാട്ടിൽ 19 ലക്ഷം പേർക്ക് ഒരു MP എന്ന നിലയിലാണ്. അതേസമയം രാജസ്ഥാനിൽ 31 ലക്ഷം പേർക്കാണ് ഒരു MP. അതുകൊണ്ട് അത് നീതിപൂർവമല്ലല്ലോ, ഒരു ധാരണ വേണമല്ലോ. ഇത്ര ലക്ഷം പേർക്ക് ഒരു MP എന്ന രീതിയിൽ ജനസംഖ്യ ആനുപാതികമായി പ്രാതിനിധ്യം വേണം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ കർശനമായ ജനസംഖ്യാ നിയന്ത്രണം നടത്തിപ്പോയി എന്ന ഒരു ഒറ്റ കുറ്റത്തിന് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും ആന്ധ്രയുടെയും തെലങ്കാനയുടെയും ഒരു പ്രാതിനിധ്യം പാർലമെന്റിൽ കുറഞ്ഞു പോയാൽ അത് പുതിയ കണക്കുകൾ അനുസരിച്ച് 24 നിന്നും 19% ദക്ഷിണ ഇന്ത്യയുടെ പ്രാതിനിധ്യം കുറയും. അത്രയ്ക്ക് വിലപേശൽ ശക്തിയും കുറയും. ഇവിടെയാണ് രാഷ്ട്രീയം. ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തം ഇതിന് പിന്നിലെ രാഷ്ട്രീയവും ഇതിന് പിന്നിലെ സൗത്ത് ഇന്ത്യയുടെ പ്രത്യേകിച്ച് തമിഴ്നാട് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയുമാണ്. MK സ്റ്റാലിൻ കഴിഞ്ഞ ആഴ്ച രാഷ്ട്രീയ കക്ഷികളുടെ തമിഴകത്തെ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു യോഗം വിളിച്ചിരുന്നു. 63 കക്ഷികളെ വിളിച്ചു. അതിൽ 59 കക്ഷികൾ DMKയുടെ ക്ഷണം, MK സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് ചെന്നൈയിലെത്തി സംസാരിച്ചു. ആകെ വിട്ടുനിന്നത് നാം തമിഴർ കക്ഷി, സീമാന്റെ കക്ഷിയുടെ നേതാവ്, അതുപോലെ GK വാസന്റെ തമിഴ് മാനില കോൺഗ്രസ് എന്ന കക്ഷി. സ്വാഭാവികമായും ഭാരതീയ ജനതാ പാർട്ടിക്ക് വിട്ടുനിന്നെങ്കിലേ പറ്റൂ. അണ്ണാമലയുടെ ഭാരതീയ ജനതാ പാർട്ടി തമിഴ്നാട് ഘടകം വിട്ടുനിന്നു. മറ്റ് മിക്ക കക്ഷികളും, കമൽഹാസൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ യോഗത്തിനെത്തിയിരുന്നു. അവരേകകണ്ഠമായി പറയുന്നു, തമിഴ്നാടിന്റെ 39 സീറ്റുകൾ എന്നതിന് ഒരു രീതിയിലും കുറവ് വരുത്താൻ പാടില്ല. അത് മാത്രമല്ല, അർഹമായ പ്രാതിനിധ്യം ലോക്സഭയിൽ തമിഴ്നാടിനുണ്ടാകണം. അത് മാത്രമല്ല, സൗത്ത് ഇന്ത്യൻ മുഖ്യമന്ത്രിമാരെ, സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ഒരുമിച്ച് നിർത്തണം എന്ന ഏകദേശ ധാരണയിലാണ് യോഗം പിരിഞ്ഞത്. അതിനുശേഷം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു ആഹ്വാനം ഉണ്ടായിരിക്കുന്നു. 7 സംസ്ഥാനങ്ങളിൽ, കാരണം എല്ലാം പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്, ആ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർക്ക് സ്റ്റാലിൻ കത്തെഴുതിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ഭരണകക്ഷി എന്ന് പറയുന്ന NDAയുടെ ഭാഗമായ തെലുങ്ക് ദേശം പാർട്ടി ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിനും കത്തെഴുതി. അപ്പോൾ നിങ്ങൾ സൗത്ത് ഇന്ത്യയുടെ ഭാഗമാണ്,
നിങ്ങൾ ഹിന്ദി ഇതര സംസ്ഥാനങ്ങളാണ്, നിങ്ങളുടെ ഒരുമിച്ചുള്ള വരവ് ഒരുപക്ഷെ ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കൽ നയത്തിൽ നിന്നും നമുക്ക് മോചനം നൽകും. കാരണം ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ ആരും തന്നെ ഹിന്ദി നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്നത് ആഗ്രഹിക്കുന്ന ഇടങ്ങളല്ല. കേരളമാകട്ടെ, തമിഴ്നാടാകട്ടെ, കർണാടകയാകട്ടെ, ഗോവയാകട്ടെ, ഇവിടെയൊന്നും മാതൃഭാഷ ഹിന്ദിയല്ല. അതുകൊണ്ട് ഹിന്ദി വിരുദ്ധത തമിഴ്നാടിൻ്റെ അത്രയും കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇല്ല എങ്കിൽ പോലും തമിഴ്നാട് ഒരു ലീഡ് റോൾ എടുക്കുകയാണ്. ഇനിയുമാണ് ഇതിൻ്റെ ട്വിസ്റ്റ്. നമ്മുടെ ഒരു ഫെഡറൽ ക്രമം മുന്നോട്ട് പോയെങ്കിലേ പറ്റൂ. ഒരു നിശ്ചിത ധാരണയിലാണ് ഇന്ത്യ എന്ന യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കുന്നത്. അതായത് സംസ്ഥാനങ്ങളുടെ വൈവിധ്യങ്ങൾ, ശക്തി, റിസോഴ്സസ് എല്ലാം സംരക്ഷിക്കപ്പെടുകയും എന്നാൽ വിശാലമായ അർത്ഥത്തിൽ ഇന്ത്യ എന്ന ഒരു രാജ്യം ഒരു ദേശീയതയുടെ അടിസ്ഥാനത്തിൽ ഒന്നിക്കുകയും ചെയ്യുക എന്ന ഒരു പോസ്റ്റ് ബ്രിട്ടീഷ് ഒരു നയം. അങ്ങനെയാണ് നമുക്ക് രാജ്യം ഉണ്ടായി ലഭിക്കുന്നത്. അത് വെള്ളിത്താലത്തിൽ വെച്ച് തന്നത് ബ്രിട്ടീഷുകാരാണെന്ന് വേണമെങ്കിൽ പറയാം. പൊരുതി നേടിയതാണ്, അതിനുള്ള സാഹചര്യം ഒരുക്കിയത് ബ്രിട്ടീഷ് അധിനിവേശവും കൊളോണിയലിസവുമാണ്. എന്നാൽ ഇപ്പോൾ ഫിസിപ്പറസ് ടെൻഡൻസീസ്, ഡിവിസീവ് ടെൻഡൻസീസ് ഇന്ത്യയിൽ വരുന്നത് ആരോഗ്യപരമാണോ? ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ പേര് ഡീലിമിറ്റേഷൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ നിന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ മനഃപൂർവ്വമായി മാറ്റി നിർത്തുന്നു എന്ന് പറയാനാവില്ല എങ്കിലും യഥാർത്ഥത്തിൽ ദക്ഷിണേന്ത്യയുടെ വിലപേശൽ ശക്തി കുറഞ്ഞു വരും. അഹിന്ദി സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം പാർലമെന്റിൽ കുറഞ്ഞു വരും. അതിൻ്റെ രാഷ്ട്രീയമാനം എന്താണ്? ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തമായ അടിത്തറയുണ്ട്, എഡ്ജുണ്ട്. ഇപ്പോഴുള്ള BJP MP-മാരുടെ ഒരു നല്ല പങ്കും വരുന്നത്, മഹാഭൂരിപക്ഷവും വരുന്നത്, 70% വരുന്നത് ഹിന്ദി മേഖലയിൽ നിന്നാണ്. അപ്പം അതിന് പുറത്ത് കർണാടകത്തിൽ BJPക്ക് സാന്നിധ്യമുണ്ട്. ആന്ധ്രാപ്രദേശിൽ BJP ജൂനിയർ പാർട്ടികൾ മാത്രമാണ്. തെലങ്കാനയിൽ കോൺഗ്രസും BJPയും BRSും എല്ലാം മത്സരിക്കുന്നു. കേരളത്തിൽ BJPക്ക് ഇപ്പോഴും ഒരു ലോക്സഭാ സീറ്റ് മാത്രമേ ഉള്ളൂ. നിയമസഭയിൽ ഇപ്പോഴും ഒരിക്കൽ അക്കൗണ്ട് തുറന്നു, പിന്നീട് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല. തമിഴ്നാട്ടിൽ BJPയുടെ രാഷ്ട്രീയ സാന്നിധ്യം നിലവിൽ 0യാണ്. മറ്റൊരു കക്ഷിയുടെയും ഭാഗമായി BJPക്ക് മുന്നണി രൂപീകരിക്കാൻ, ഫലപ്രദമായ മുന്നണി രൂപീകരിക്കാൻ കഴിയുന്നതുമില്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ വിഷയമായി വരുന്നത് യോജിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ തമിഴ്നാട്ടിലെ BJP യൂണിറ്റ് മാറി നിന്നത്. എന്നാൽ വരും നാളുകളിൽ ഒരുപക്ഷെ ഭാരതം ഏറ്റവും അധികം സംസാരിക്കാൻ പോകുന്നത് ലോക്സഭയുടെ ഘടന മാറുന്നതിനെക്കുറിച്ച് തന്നെയായിരിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ അതേക്കുറിച്ച് ആഴത്തിലുള്ള ഡിബേറ്റുകൾ ഉണ്ടാകാം. തമിഴ്നാട് എക്കാലത്തെയും പോലെ തന്നെ ആന്റി ഹിന്ദി അജിറ്റേഷൻ 60 ഉണ്ടായപ്പോൾ തമിഴ്നാട് മുന്നിൽ നിന്നതുപോലെ തന്നെ കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഒരുപക്ഷെ അത് ആന്റി BJP ആയിട്ട് മാറുന്നു, കേന്ദ്രവിരുദ്ധമായിട്ട് മാറുന്നു. അത് ഇന്ത്യയുടെ കെട്ടുറപ്പിനെ ബാധിക്കാത്ത രീതിയിലും ഫെഡറൽ ക്രമത്തെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലും ആക്കുകയാണെങ്കിൽ തീർച്ചയായും ശക്തമായ ഒരു നീക്കം തന്നെയായിരിക്കും. അല്ല എങ്കിൽ ഇന്ത്യയുടെ ദൃഢത, ഇന്ത്യയുടെ കൊഹീഷൻ, ഇന്ത്യയുടെ ദേശീയ ഉദ്ഗ്രഥനം അത് അവതാളത്തിലാക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളിലേക്ക് ഇത് പോകില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട്. കേരളം ഇതേക്കുറിച്ച് കാര്യമായി പ്രതികരിച്ചിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കുറവ് വരും. ഇപ്പോഴത്തെ കേരളത്തിന് ജനസംഖ്യാ നിയന്ത്രണം കർശനമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ ഒരു 15-16 ആയി കുറയാനുള്ള സാധ്യതയുണ്ട്. ഉത്തർപ്രദേശിലെ 80 സീറ്റുകൾ ഒരുപക്ഷെ 90 ആയി കൂടാനുള്ള സാധ്യതയുണ്ട്. രാജസ്ഥാനിൽ 25-ൽ നിന്നും 30-ലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. മറ്റ് മിക്ക ബീഹാറിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും അതുപോലെ മധ്യപ്രദേശിലും എല്ലാം തന്നെ വളരെ വലിയ തോതിലുള്ള വർധന വരുമ്പോൾ കേരളത്തിന് ഇപ്പോൾ തന്നെ 20 മാത്രമേ ഉള്ളൂ. 543-ൽ 20. ഇപ്പം കേരളത്തിൻ്റെയൊക്കെ സ്വരം പാർലമെന്റിൽ മുഴങ്ങി കേൾക്കണമെങ്കിൽ പ്രാതിനിധ്യം ഉണ്ടാകണം. രാഷ്ട്രീയം ഏതുമായിക്കൊള്ളട്ടെ, BJP ആയിക്കൊള്ളട്ടെ, കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, ഏത് പാർട്ടിയും ആയിക്കൊള്ളട്ടെ, പക്ഷേ ദക്ഷിണേന്ത്യയുടെ സ്വരം പാർലമെന്റിൽ മുഴങ്ങി കേൾക്കണം. വിതരണ പ്രക്രിയ അട്ടിമറിക്കാൻ പാടില്ല. എന്നാൽ രാഷ്ട്രീയ സംഘട്ടനം അനാരോഗ്യകരമായ രീതിയിൽ നീങ്ങാനും പാടില്ല. വളരെ കെയർഫുള്ളായി കൈകാര്യം ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ വൈകാരിക വിഷയമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഡീലിമിറ്റേഷൻ.